ഹായ് ഫ്രണ്ട്സ്, SSLC ഫിസിക്സിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചാപ്റ്ററായ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എച്ചിൻ്റെയും പിയുടെയും ഇക്വേഷൻസ് പഠിച്ചു അല്ലേ? താപഫലം പ്രയോജനപ്പെടുത്തുന്ന മിക്ക ഉപകരണങ്ങളിലും ജൂൾ നിയമമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇനി ജൂൾ നിയമവുമായി ബന്ധപ്പെട്ട് ഏതാനും പ്രോബ്ലംസ് എങ്ങനെയാ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ടെക്സ്റ്റ് പേജ് നമ്പർ 12. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ, ഒന്ന് വായിച്ചു നോക്കാം. 200 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആംപിയർ വൈദ്യുതി 5 മിനിറ്റ് സമയം പ്രവഹിപ്പിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയായിരിക്കും? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എടുത്തെഴുതാം. നമുക്ക് എഴുതിയാലോ? എന്തൊക്കെ തന്നിട്ടുണ്ട്? 200 ഓം എന്ന് പറഞ്ഞിട്ടുണ്ട്. 200 ഓം പ്രതിരോധം. അപ്പോൾ R 200 ഓം. Then 0.2 ആംപിയർ വൈദ്യുതി കറണ്ട് I 0.2 ആംപിയർ. Then സമയം T is equal to 5 മിനിറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? 5 × 60 ചെയ്യണം. സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 300 സെക്കൻഡ് എന്ന് കിട്ടും. 300 സെക്കൻഡ്. ദെൻ നമുക്ക് എന്ത് കാണണം? H നമുക്കറിയില്ല, ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്ര കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ ഇക്വേഷൻ എന്താ? ജൂൾസ് ലോ. H is equal to I square RT. I 0.2 whole square into R 200 into T 300. ഇനി ഇൻറ്റു ചെയ്യണം അല്ലേ? 0.2 into 0.2. ചില കുട്ടികൾക്ക് ഇതിൽ പോയിന്റ് ഇടാൻ ഒരു ഡൗട്ട് ഉണ്ടാവും. നമുക്ക് നോക്കാം. 22 4 20 0 0 20 0 0 0 4 0 0 ഇങ്ങനെ കിട്ടും. ഇനി എങ്ങനെയാ നമ്മൾ പോയിന്റ് ഇടുക നോക്കാം. 0.2 into 0.2 ഇതല്ലേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? ഒരു ഡിജിറ്റ്. ഇവിടെയോ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ്. ടോട്ടൽ എത്ര ഡിജിറ്റായി? 2 ഡിജിറ്റ്. റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കാം. 1 2. ഉത്തരം 0.04 എന്ന് കിട്ടും. ഇവിടെ 0.04 into 60000. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2400. എച്ചിൻ്റെ യൂണിറ്റ് ജൂൾ. അപ്പോൾ H is equal to 2400 ജൂൾ. 2400 ജൂളിന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ടെക്സ്റ്റ് നോക്കാം. ആൻസർ കിട്ടി നമുക്ക്. 4.2 ജൂൾ ഒരു കലോറി ആണെങ്കിൽ H is equal to
ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആൻസർ എന്താ കിട്ടിയത്? H is equal to 2400 joule. Then 4.2 joule ഒരു കലോറി ആണെങ്കിലാണ് ചോദിച്ചത്. Then H is equal to എത്ര കലോറി? 2400 divided by 4.2. Answer 571.42 എന്ന് കിട്ടും. അപ്പം ആൻസർ ഇവിടെ എത്രയായിരിക്കും? 4.2 ജൂൾ ഒരു കലോറി ആണെങ്കിൽ H is equal to 571.42 കലോറി ആയിരിക്കും. 571.42 കലോറി ആയിരിക്കും. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെയ്യാൻ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.